ജാർഖണ്ഡ് മുഖ്യമന്ത്രിയായി ജെഎംഎം നേതാവ് ഹേമന്ത് സോറൻ വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്തു. കള്ളപ്പണക്കേസിൽ ജാമ്യം കിട്ടിയതോടെയാണ് ഹേമന്ത് സോറൻ മുഖ്യമന്ത്രി കസേരയിൽ തിരിച്ചെത്തിയത്. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. ബൽറാം, കഴിഞ്ഞ ദിവസം ചേർന്ന യോഗത്തിന്റെ തീരുമാനപ്രകാരമാണ്. എന്തൊക്കെയാണ് വിവരങ്ങൾ ബൽറാം? ഉന്മേഷ്, ഇന്നലെ ജാർഖണ്ഡിന്റെ തലസ്ഥാനമായ റാഞ്ചിയിൽ ചേർന്ന ഇന്ത്യ സഖ്യത്തിന്റെ നിയമസഭാ കക്ഷി യോഗത്തിന്റെ തീരുമാനമനുസരിച്ചാണ് ഹേമന്ത് സോറൻ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് മടങ്ങിയെത്തുന്നത്. യോഗം ഈ തീരുമാനമെടുത്തതിന് പിന്നാലെ തന്നെ ചമ്പൈ സോറൻ ഗവർണറെ കണ്ട് രാജി സമർപ്പിച്ചിരുന്നു. തുടർന്ന് ഇന്ന് രാവിലെ ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തിയ ഹേമന്ത് സോറൻ സർക്കാർ രൂപീകരിക്കാനുള്ള അവകാശവാദം ഉന്നയിച്ചു. ഞായറാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യാനായിരുന്നു ആദ്യ തീരുമാനം അറിയിച്ചിരുന്നതെങ്കിലും പിന്നീടുള്ള കൂടിയാലോചനയിൽ ഉടൻ തന്നെ സത്യപ്രതിജ്ഞ ചെയ്യാൻ തീരുമാനിക്കുകയായിരുന്നു. പ്രത്യേകിച്ചും സംസ്ഥാനത്ത് അത്തരത്തിലൊരു ഉണ്ടാകുന്നത് BJP മുതലെടുക്കാനുള്ള സാഹചര്യം ഉൾപ്പെടെ പരിഗണിച്ചുകൊണ്ടാണ് ഇന്ന് തന്നെ സത്യപ്രതിജ്ഞ ചെയ്യാനുള്ള ഹേമന്ത് സോറന്റെ തീരുമാനം. അല്പസമയം മുമ്പാണ് അദ്ദേഹം ജാർഖണ്ഡിന്റെ മുഖ്യമന്ത്രിയായി മൂന്നാം തവണയും സത്യവാചകം ഏറ്റുചൊല്ലിയത്. റാഞ്ചി രാജ്ഭവനിൽ നടന്ന വളരെ ലളിതമായ ചടങ്ങിലാണ് ഈ സത്യപ്രതിജ്ഞാ ചടങ്ങ് നടന്നത്. തുടർന്ന് ഈ ചമ്പൈ സോറൻ ഇന്ത്യ സഖ്യത്തിന്റെ ഏകോപന സമിതി അധ്യക്ഷ സ്ഥാനം വഹിക്കും. നിയമസഭാ തിരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ച് ഉള്ള പ്രവർത്തനങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് ഇന്ത്യ സഖ്യത്തിന്റെ തീരുമാനം. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന്.